ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന സെൻറ്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഞാൻ നാളെ പോകും അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് ഞാൻ നാളെ പോകും. എങ്ങനെ പറയാ? വരാനിരിക്കുന്ന കാര്യമാണ് ഐ വിൽ ഗോ ടുമോറോ. ഐ വിൽ ഗോ ടുമോറോ. ഞാൻ നാളെ പോകും. ഞാൻ ഇന്നലെ പോയിരുന്നു അല്ലേ, കഴിഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ പോയിരുന്നു. അപ്പോൾ ഐ ഹാഡ് യൂസ് ചെയ്ത് പറയാം ഐ ഹാഡ് ഗോൺ യെസ്റ്റർഡേ എന്ന് പറയാം. ഐ ഹാഡ് ഗോൺ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ പോയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അവൻ ഇന്ന് പോയി. ഹി വെന്റ് ടുഡേ. അവൻ ഇന്ന് പോയി. ഹി വെന്റ് ടുഡേ. ഇന്നാണ് പോയത്. ഹി വെന്റ് ടുഡേ. ഓക്കെ, അവൾ ഇപ്പോൾ പോകും എന്ന് പറയാറുണ്ടല്ലോ. അവൾ ഇപ്പോൾ പോകും അല്ലേ. നടന്നിട്ടില്ല, നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഷി വിൽ ഗോ നൗ. ഷി വിൽ ഗോ നൗ അല്ലേ. അവൾ ഇപ്പോൾ പോകും എന്നാണ്. ഓക്കെ, അവന് നാളെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അല്ലേ. നമ്മുടെ ഒരു തോന്നലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവന് നാളെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പറയാം? അപ്പൊ ഇവിടെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഡസന്റ് സീം ദാറ്റ്. ഡസന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സീമിനെസ് വേണ്ടല്ലോ. അപ്പം ഇറ്റ് ഡസന്റ് സീം ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു ഗോ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നാളെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വരാനിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൽ ബി ഏബിൾ ടു എന്ന് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇറ്റ് ഡസന്റ് സീം ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു ഗോ ടുമോറോ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മുടെ ഒരു ഡൗട്ടാണ് പറയുന്നത്. അവൻ കുറച്ച് കഴിഞ്ഞാൽ പോകുമായിരിക്കും. അവൻ കുറച്ച് കഴിഞ്ഞാൽ പോകുമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഹി മൈറ്റ് ഗോ ആഫ്റ്റർ സം ടൈം. ഹി മൈറ്റ് ഗോ ആഫ്റ്റർ സം ടൈം. അവൻ കുറച്ച് കഴിഞ്ഞാൽ പോകുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നീ ഇതുവരെ പോയില്ലേ അല്ലേ. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ ഇതുവരെ പോയില്ലേ. എങ്ങനെയാ ചോദിക്കുക? ഹാവന്റ് യു ഗോൺ എറ്റ്. ഹാവന്റ് യു ഗോൺ എറ്റ്. നീ ഇതുവരെ പോയില്ലേ. ഇത്ര സമയമായിട്ടും പോയില്ലേ. ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ഇത്ര സമയമായിട്ടും നീ പോയില്ലേ. ഹാവന്റ് യു ഗോൺ ഈവൻ ആഫ്റ്റർ സോ മച്ച് ടൈം. ഹാവന്റ് യു ഈവൻ ആഫ്റ്റർ സോ മച്ച് ടൈം. നീ ഇത്ര സമയമായിട്ടും പോയില്ലേ. ഓക്കെ, നെക്സ്റ്റ് വേഗം പോകൂ അല്ലേ. വേഗം പോകൂ നമ്മൾ പറയാറുണ്ട്. ഗോ ക്വിക്ക്ലി അല്ലെങ്കിൽ ലിവ് ഫാസ്റ്റ് എന്നൊക്കെ പറയാട്ടോ. ഗോ ക്വിക്ക്ലി വേഗം പോകൂ, അല്ലെങ്കിൽ ലിവ് ഫാസ്റ്റ് വേഗം പോകൂ. ഓക്കെ, നെക്സ്റ്റ് നിനക്കെന്താ നേരത്തെ പോയാല് എന്ന് ചോദിക്കാറുണ്ടല്ലോ. നിനക്കെന്താ നേരത്തെ പോയാല്. വാട്ട്സ് റോങ് ഇഫ് യു ഗോ ഏർലി. വാട്ട്സ് റോങ് ഇഫ് യു ഗോ ഏർലി. നിനക്കെന്താ നേരത്തെ പോയാല്. ഓക്കെ, ഇനി ഞാൻ പോകാനിരിക്കുകയാണ് അല്ലേ. ആ ഒരു ടൈമാണ് പറയുന്നത്. ഐ ആം അബൌട്ട് ടു ഗോ. ഐ ആം അബൌട്ട് ടു ഗോ. ഞാൻ പോകാനിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അവൻ പോയിട്ടുണ്ടാകും പറയാറുണ്ടല്ലോ. അവൻ പോയിട്ടുണ്ടാകും. ഹെ മസ്റ്റ് ഹാവ് ഗോൺ. ഹെ മസ്റ്റ് ഹാവ് ഗോൺ. അവൻ പോയിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് അവൾ പോകുന്നില്ല അല്ലേ. പ്രസന്റിൽ ഒരു കാര്യമാണ്, നെഗറ്റീവ് ആണ്. അവൾ പോകുന്നില്ല. ഷീ ഈസിന്റ് ഗോയിങ്. ഷീ ഈസിന്റ് ഗോയിങ്. അവൾ പോകുന്നില്ല. നെക്സ്റ്റ് എനിക്ക് പോകാമായിരുന്നു. എനിക്ക് പോകാമായിരുന്നു അല്ലേ പറയാറുണ്ടല്ലോ. ഐ കുഡ് ഹാവ് ഗോൺ. ഐ കുഡ് ഹാവ് ഗോൺ. വുഡ് ഹാവ് ഷുഡ് ഹാവ് ഒക്കെ വരുന്ന സമയത്ത് വെർബ് വി ത്രീ ഫോം. ഐ കുഡ് ഹാവ് ഗോൺ. എനിക്ക് പോകാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇന്നലെ നേരത്തെ പോയി അല്ലേ. നമ്മളൊക്കെ പറയാറുള്ളതാണ്, ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുള്ളത് ഞാൻ ഇന്നലെ നേരത്തെ പോയി. ഐ വെന്റ് ഏർലി യെസ്റ്റർഡേ. ഐ വെന്റ് ഏർലി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നേരത്തെ പോയി. ഓക്കെ, നെക്സ്റ്റ് നീ പോകാൻ റെഡി ആവുകയാണോ. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് നീ പോകാൻ റെഡി ആവുകയാണോ. ആർ യു ഗെറ്റിംഗ് റെഡി ടു ഗോ. ആർ യു ഗെറ്റിംഗ് റെഡി ടു ഗോ. നീ പോകാൻ റെഡി ആവുകയാണോ. ഞാൻ പോകാൻ റെഡിയായി അല്ലേ. ഞാൻ പോകാൻ റെഡിയായി. എങ്ങനെ പറയാ? ഐ എം റെഡി ടു ഗോ. ഐ എം റെഡി ടു ഗോ. ഞാൻ പോകാൻ റെഡിയായി. ഓക്കെ, അപ്പൊ ഈ പോവുക എന്നുള്ള വെർബ് യൂസ് ചെയ്ത് നമ്മൾ പലതരത്തിലും സെന്റൻസ് ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അവളെ കാണുമായിരുന്നില്ല. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അവളെ കാണുമായിരുന്നില്ല. രണ്ടും നെഗറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.